പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വടക്കൻ പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശുദ്ധീകരണ ദർശന തിരുനാളും വിശുദ്ധരായ സെബസ്ത്യാനോസ്, ഗർവാസീസ്, പ്രൊത്താസീസ് എന്നിവരുടെ സംയുക്ത തിരുനാളാഘോഷങ്ങൾക്കും കുന്നുകോടി കയറി. രാവിലെ മുതൽ ആരംഭിച്ച പൊതു ആരാധന ദിവ്യകാരുണ്യ പ്രദർശനത്തോടെ സമാപിച്ചു. തുടർന്ന് വികാരി റവറന്റ് ഡോക്ടർ ജോസ് പുതിയടത്ത് കൊടി ആശീർവദിച്ചുകൊണ്ട് കൊടികയറ്റം നടത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. മാതാവിന്റെ ശുദ്ധീകരണ ദർശന തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയുയർത്ത കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രസിഡന്റുമാരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ടും ഈ തിരുനാളിന്റെ വിജയത്തിന് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടും ഈ തിരുനാളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. തുടർന്ന് അങ്കമാലി LF ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ കുർബാനയും നടന്നു. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ജീവിതാവസ്ഥകൾ നമുക്ക് പലപ്പോഴും ഉണ്ടായെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ 2025 ജൂബിലി ആയിട്ട് പരിശുദ്ധ പിതാവ് ആഘോഷിക്കുവാൻ തീരുമാനിച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ 25-ാം തീയതി, അതായത് 2024 ഡിസംബർ 25-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വലിയ കവാടം തുറന്നു തന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, ലോകം എമ്പാടുമുള്ള കത്തോലിക്ക തിരുസഭ മാത്രമല്ല ആഗോള സഭ മുഴുവനായിട്ടും, അതായത് ആരൊക്കെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുണ്ടോ അവരെല്ലാവരും ഈ ഒരു വർഷത്തിൽ പ്രത്യേകമായിട്ട് ഒരു പ്രദക്ഷിണത്തിലാണ്, അല്ലെങ്കിൽ തീർത്ഥാടനത്തിലാണ്. ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് പ്രത്യാശയോട് കൂടിയിട്ട് ക്രിസ്തുവിനെ തേടിപ്പോകുന്ന മനുഷ്യന്റെ തീർത്ഥാടനമാണ്. കൈക്കാരൻ ബിനോയ് ആൻഡ്രൂസ് റാമ്പിക്കൽ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ചു. ദൈവപുത്രനും ലോക രക്ഷകനുമായ ഈശോ മിശിഹായുടെ പ്രിയ ശിഷ്യനായ വിശുദ്ധ തോമസ് ലിഹായാൽ AD 52-ാം വർഷം സ്ഥാപിതമായ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന പള്ളിയുടെ പ്രധാന തിരുനാളുകളിലൊന്നായ പരിശുദ്ധ മാതാവിൻ്റെ ദർശന തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും കന്തീശങ്ങളായ വിശുദ്ധ പ്രോത്താസീസ്, ഗർവാസീസ് വിശുദ്ധന്മാരുടെയും തിരുനാളുകൾ സംയുക്തമായിട്ട് കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ ഈ തിരുനാളിന് ഇന്ന് ഇടവക വികാരിയും ഫൊറോന വികാരിയുമായ ഫാദർ ഡോക്ടർ ജോസ് പുതിയടത്തച്ഛൻ കൊടിയുയർത്തിക്കൊണ്ട് ആരംഭം കുറിച്ചിരിക്കുകയാണ്. പ്രധാന തിരുനാളുകൾ ശനിയും ഞായറുമാണ്, 8-9 തീയതികളിൽ. പറവൂർ നാട്ടിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഒരുപോലെ ആഘോഷിക്കുന്ന ഈ തിരുനാളിലേക്ക് എല്ലാവരെയും
ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പള്ളിനടയിൽ നവീകരിച്ച വിശുദ്ധ ഗീവർഗീസിന്റെ കപ്പേളയും ബസ് സ്റ്റോപ്പ് വിശ്രമ കേന്ദ്രത്തിന്റെ ആശീർവാദവും നിർവഹിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് പ്രസിദ്ധേന്തി വാഴ്ച ദിനം. കുർബാനയും തുടർന്ന് സർഗസന്ധിയിൽ വിവിധ കലാപരിപാടികളും നടക്കും. ശനിയാഴ്ച വേസ്പര ദിനം. വൈകിട്ട് 5-ന് കുർബാന, തുടർന്ന് ചിറ്റാറ്റുകര ഭാഗത്തേക്ക് പ്രദക്ഷിണം. ഞായറാഴ്ച തിരുനാൾ ദിനം. വൈകിട്ട് 4:30-ന് തിരുനാൾ കുർബാന, തുടർന്ന് പട്ടണ പ്രദക്ഷിണം. ചെണ്ട, വയലിൻ, ഫ്യൂഷൻ ഷോ എന്നിവയും നടക്കും. സഹവികാരി ഫാദർ സുജിത് കൂവേലി, ജനറൽ കൺവീനർ സിജോയ് വർഗീസ് തെക്കിനടുത്ത്, കൺവീനർമാരായ ജോസ് കണ്ണമ്പുഴ, സിസ്റ്റർ ടെസി റോസ്, ജോജി വർഗീസ് കാഞ്ഞിരത്തിങ്കൽ, അലൻ ജോസ് കുണ്ടുകുളം, ഫ്രാൻസിസ് ചിറക്കൽ, ജോർജ് വലിയ വീട്ടിൽ, ബോസ്കോ പയ്യപ്പിള്ളി, ജോജു കൂരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.